മുരിയങ്കാളത്തെ കണ്ട് വന്ദനം ചെയ്തു. ഉചിതമുള്ളതായ സ്ഥലത്തൂടൊക്കുന്നാലും ഉപനെടുത്ത് പോലെയാണ് സത്യകം കണ്ണമ്പണ്ടാരിയുടെ ആധാരമായിട്ട് വൈലങ്കീര വിഷ്ഠാനം മുൻപേതുമായിട്ട് സ്ഥിതി ചെയ്തുവല്ലോ. അങ്ങനെ ചൈതന്യത്തെ നിലനിർത്തി കുടയിഞ്ചിരിയുമായിട്ട് കൈയെടുത്തു. അങ്ങനെ കൈയെടുത്തു പോരുന്ന കാലം അന്നേ മടിയന്താരം നട കഴിഞ്ഞ് അടോട്ട് മുതിരിങ്കലും എന്ന് വേണ്ട അതിയാർ നഗരം 40 ആ സ്ഥലക്കൂട് മുൻപേതുമായിട്ട് മാണിക്യമംഗലം തിരുപ്പാട് ആധാരമായിട്ട് എന്തിനേറെ എന്റെ നടിയിലപ്പ ചൈതന്യത്തെ ഇവിടെ നിർത്തിയല്ലോ. അങ്ങനെ കൈയെടുത്തു പോകുന്ന കാലം അറിഞ്ഞുകരത്താട്ട് പോലാൻ കാരണഭൂതനായി പാലന്താരിയുടെ കർണത്തിങ്കിലേക്ക് ഇരതുപുരത്തി കൊടുത്തു. നാട്ടിൽപ്പെടുത്ത് പാലന്തായി കൈയെടുത്ത് പോരുന്നുണ്ടെന്ന് അത് നാട്ടിൽപ്പെടുത്ത് പാലന്തായി കൈയെടുത്ത് പോരുന്നതായ കാലത്ത് അന്ന് കുറുപാടൻ കണ്ണിഞ്ചു വപ്പിച്ച് വാളും വലിച്ചു വന്നുവല്ലോ. നളിയപ്പ എന്റെ നളിയപ്പ ഞാനും എന്റെ നളിയപ്പന്റെ ഞാൻ തെയ്യത്തിന് ഒറ്റ ഒരാള് അനുഭവാദികളെ അങ്ങനെയുള്ള അനുഭവങ്ങളാണല്ലോ ഇതേ നളിയപ്പ. അങ്ങനെ കദളിക്കുളത്തേക്ക് ചെന്ന് മുഖപ്രക്ഷാളനവും പാദപ്രക്ഷാളനവും ചെയ്തു പോകുന്ന കാലത്ത് അന്ന് ഒരുപാടൻ കദളിക്കുളത്തേക്ക് അന്ന് വന്നുവല്ലോ. അന്ന് ഞാനും എന്റെ പാലന്തായി അന്ന് മുഖപ്രക്ഷാളനവും പാദപ്രക്ഷാളനവും ചെയ്ത് ദാഹവും ക്ഷീണതയും അടക്കിയല്ലോ എന്റെ പാലന്തായി. അങ്ങനെ അടക്കി പോകുന്ന കാലത്ത് നരി കണ്ണും ചോദിച്ചു വന്ന് എന്റെ പാലന്തായി അങ്ങനെയുള്ള ആ പശുവിനെ കിട്ടി ഛേദം വരുത്തിയല്ലോ. അത് ഛേദം വരുത്തിയതോ അന്ന് തലീരപ്പൻ പറഞ്ഞില്ല. തലീരപ്പന്റെ പൂജക്ക് 64 ഗ്രാമത്തിന്റെ വന്തി 64 ഗ്രാമത്തിന്റെ പതിഭോജനത്തിനും 30,000 പ്രഭുവിനും മേൽക്കൂർവാഴ്ചക്കും കീക്കൂർവാഴ്ചക്കും പള്ളിത്തോട്ടത്തിനും കൈമോദനത്തിനും തഴമല്ലൂർ തന്ത്രിയുടെ തന്ത്രം കഴിക്കും എന്ന് വേണ്ട എല്ലാം വിളകൂട് വരുത്തിയല്ലോ. 12 രാശി വരച്ചു വെച്ച് സൂക്ഷിച്ചു കുറുവാടിന്റെ തറവാടും കുഞ്ഞിടാങ്ങളും അന്ന് കൊമ്പിലായി പോകുന്ന വസ്തുക്കൾ നട്ടമുട്ടത്തോട് വാപ്പോട് വസൂരിയെ കൊടുത്തു. ചൊറിയരങ്ക് ചങ്കണ്ണി ചെണ്ടടിച്ച കളമ്പാളെ ആക്കി തീർത്തുവല്ലോ. കുറുവാടൻ അന്ന് ഭയപ്പെട്ടു. എന്താണ് ഇതിന് കാരണം? അങ്ങനെ അപരാജിത്ര രാഹു കേതു ഭാനുരവീന്ദ്രൻ മുതലായുള്ള നവഗ്രഹേശ്വരനാലെ കൊണ്ട് വിരച്ചു വിധിച്ച് സൂക്ഷിച്ചുള്ളൂ. അന്ന് പാലന്തായിയെ കൊല ചെയ്തതിന്റെ വികൃതമായിരിക്കുന്നതായ അനുഭവമാണിത് എന്ന് കണ്ടുവല്ലോ. അന്ന് ഒരുപാട് ശരണാഗത വത്സരനായല്ലോ എന്റേതായ പാതാരബിന്ദത്തെങ്കിലേക്ക് അന്ന് ദുഷ്ടനായാലും ശിഷ്ടനായാലും എന്റെ പാതാരബിന്ദത്തിരിക്കുന്ന ഭക്തന് മോക്ഷം കൊടുക്കുന്നതായിട്ട് നിലയുമ്പോലോ. അന്ന് എന്നാലും പോരാ അന്ന് പാലന്തായിയെ കൊല ചെയ്തതിന്റെ അനുഭവത്തിൽ അന്ന് കുറുവാടന്റെ ശിരസിങ്കിൽ 4 ഘട്ടം കല്ലും മരവും പൊറുപ്പിക്കണം. കുറുവാടിന്റെ ശിരസിങ്കിൽ 4 ഘട്ടം കല്ലും മരവും പൊറുപ്പിച്ച് പോരണം. എന്നിട്ട് എന്റെ പാലന്തായി ധരിച്ചിരിക്കുന്നതായ തിരുവായുധം ശൃംഖലയാൽ തളർത്തിയിട്ട് അങ്ങനെയുള്ള നല്ലൊരു അനുഭവത്തെ വെച്ച് കളിപ്പിച്ചെടുക്കണം എന്നത് കണ്ട് കരുതിയല്ലോ. അന്ന് കുറുവാടൻ അപ്രകാരം ചെയ്തുവല്ലോ. ചെയ്തു പോകുന്ന കാലത്ത് അന്ന് പല അനുഭവത്തെ കാട്ടിച്ചു കൊടുത്തു. അങ്ങനെ മൂലപ്പള്ളി പെരുങ്ങലിന്റെ കന്നിക്കൊട്ടിൽ ആധാരമായിട്ട് എടത്തലപ്പള്ളി ചെക്കന്മാരുടെ വാങ്കുളി ആധാരമായിട്ട് കോട്ടപ്രമയോന്റെ പെടിഞ്ഞാറ്റി ആധാരമായിട്ട് നീരും ധനവും എല്ലാം ചവിട്ടി വെതിച്ച് പള്ളിയറയായി കൊണ്ടുവന്നു. അന്ന് പാലന്തായി ധരിച്ചിരിക്കുന്ന തിരുവായുധം ശൃംഖലയാൽ തളർത്തി ചക്കരവും വടക്കരവും 60 എന്തിനവരും കൂടിപ്പിരിയുന്ന യോഗസ്ഥലം എരിഞ്ഞമണൽ അങ്ങാടിക്കോട്ടപ്പുറം അത് തന്നെ വൈകുണ്ഠത്തിന് പ്രതികുണ്ഠമായിട്ട് വന്നെടുത്തുവല്ലോ. അന്ന് പരിചയുടെ മേളം 10 കഴിഞ്ഞുള്ളതായ 2-ാം ദിനം 20 സൂര്യൻ ഉദിച്ചു വിളങ്ങി 12 സമയം ചെയ്തോ കളവിൽ അന്ന് പരിപാലനായ വർമ്മത്തുപുറം കത്തിച്ചു വെച്ചിരിക്കുന്ന ദീപം തളീരപ്പ അങ്ങനെയാണല്ലോ. അതുകൊണ്ട് എല്ലാ വിഘ്നങ്ങളെയും തീർത്തു കൊടുത്ത് തളീരപ്പന്റേതായ അനുകൂലവും വാങ്ങി ഒരു കുടിയിലൊക്കെ തളീരപ്പന്റെ കനീരാശി ചേർത്ത് വഴക്കം ചെയ്തുവല്ലോ. ഇല്ല തളീരപ്പോ ആവട്ടെ. അതുകൊണ്ട് വെള്ളംകൂർ വരുത്താതെ കണ്ടെടുത്തെങ്ങനെ ക്ഷേത്രമാല എന്റെ ക്ഷേത്രമാലകനും മമ്മടിയങ്ങളാൻ കാലരാത്രി വാഴുന്ന ദേശം കള്ളടമുക്കാന്നാണ് കൂട്ടാറ്റിലെ കുന്നമംഗലത്ത് കൂടി പൂക്കോട്ട് കൂടി
മാതോത്ത് കൂവി മംഗലം തട്ട കൂവി അല്ലോനും മന്തോനും ഇങ്ങനെ 8 കുടക്കീഴിലുള്ള ഭുക്കന്മാരെ വെട്ടിയടക്കി വലിയ ചിത്രപീഠം നിലനിർത്തിച്ചതോ നഗരപാല ക്ഷേത്രോ ൂരപ്പനും അക്കോട് ശാസ്താവും കൃഷ്ണകടത്തപ്പനും ആടുശേരി ശാസ്താവും അങ്ങനെയുള്ള നെടുമ്പാട് ശാസ്താവും ഇങ്ങനെ 4 കുഞ്ഞ ഇങ്ങനത്തോടൊന്നും ഭേദമായിട്ട് ഇതിനെ ഉറപ്പിച്ചല്ലോ അത് പുതിയ കാലം അത് നാലത്തെ ഹൊടിവാനെ 4 കമ്പടിമാരെ കൊണ്ടുപോയവരും എല്ലാവരും കണ്ടുപോരുവാനായിക്കൊണ്ട് 4 കമ്പടിമാരെ ഇടയിലെത്തണമാണോ അടുക്കാത്തഹാവടി മുങ്ങത്തഹാവടി പൂക്കളഹാവടി കരിഞ്ചാരഹാവടി കളിങ്ങാത്തഹാവടി അങ്ങനെ കളീരപ്പന്റെ തായസ്വരൂപം 500 കമ്പടിമാരും തൃക്കണ്യാലപ്പന്റെ തായസ്വരൂപം 500 കമ്പടിമാര് കളീരപ്പന്റെ തായസ്വരൂപം 500 കമ്പടിമാര് മഠക്ഷേത്രമാരുടെ തായസ്വരൂപം 250 അകമ്പടിമാര് അങ്ങനെ 1200 അകമ്പടിമാരും ഇടവാണോന്മാരും അല്ലേ പള്ളിക്കുറുപ്പേ അല്ലേ പള്ളിക്കുറുപ്പേ പള്ളിയിലകമ്പടി ഉണ്ടോ എല്ലാവരെയും കണ്ടുപോരുവാനായിക്കൊണ്ട് താവഴികളിലായിരിക്കുന്ന നിലകളിൽ പുതുവറിയിക്കുന്ന അത്രങ്ങൾ എല്ലാവരും ഉണ്ടോ കണ്ടുകൂടെ 10 ഉണ്ടോ അനേകം മൊഴിയൊന്നും എനിക്ക് വിശേഷിക്കാനില്ല അതിനാൽ രണ്ടതിനമായാലോ പാടിയ പാട്ട് ഉണ്ടോ എല്ലാവരും 10 ഉണ്ടോ അല്ലേ ആരാണ് 10ന്റെ നാഥനായിട്ടില്ലേ 10ന് കൊടുത്തു ശേഷം പള്ളയിൽ അകമ്പടിമാരെ മലപ്പുറത്തെ കബഡി നെല്ലോട്ട കബഡി മുക്കുള്ള കബഡി പൈതങ്ങളെ വിശേഷിച്ചിട്ടും വിളിച്ചപ്പാടാ വിശേഷിച്ചിട്ടും ഇപ്പോഴാമേ വിരാമാനെ പാപ്പിരാമേ അങ്ങനെ എല്ലാവരും തന്നെ വയക്കോണ്ടാവേ കഴിക്കാം അതുകൊണ്ട് എങ്ങനെയാണ് പാണി കൊട്ടി പാത്രം കമിഴ്ത്താനുള്ള മുഹൂർത്തം എടുത്തൂലേ പള്ളിക്കുറുപ്പേ പള്ളേല കമ്പടിമാരെ പാണി കൊട്ടി പാത്രം കമിഴ്ത്തേണ്ട മുഹൂർത്തം എടുത്തില്ലേ അകത്തച്ചി ഞാൻ വിശേഷിച്ചിട്ടും പൊന്മകളായിരിക്കുന്നതായ ആ ശക്തി പരമേശ്വരി അടുക്കത്ത് വയൽ നല്ലൊരു വിളഭൂമിയാക്കി കൊടുത്ത ഭിന്നമൂർത്തി അടുക്കത്ത് ഞാൻ മതിച്ച വൻപനും അല്ലേ വിശേഷാലന്റെ ക്ഷേത്രവാടകൻ അല്ലേ അങ്ങനെയാണല്ലോ അങ്ങനെ ഒരുപാട് ആധാരമായിട്ട് കാലിച്ചേക്കവനും കാര്യക്കാരനും എല്ലാവരെയും നാഗം ഇല്ലേ നാഗമില്ലേ ഭൂതമുണ്ട് വൈഷ്ണവമുണ്ട് നാഗവും ഭൂതവും ശൈവം വൈഷ്ണവം ഇല്ലേ എല്ലാം ഈ സ്ഥാനം മുൻപേതുമായിട്ട് പൂർവികന്മാരെ നിലയുറപ്പിച്ചിട്ടുണ്ടില്ലേ അകപ്പടിമാരെ പള്ളിക്കുറുപ്പേ എല്ലാം പൂർവിക ഗുരുക്കന്മാര് അപ്പോൾ നിങ്ങൾ പൂർവ്വകാലത്ത് അതിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ ചെയ്തിട്ടില്ലേ അല്ലേ പിന്നെ എങ്ങനെ അത് ആദ്യകാലത്തെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടില്ലേ അല്ലേ അവിടെ ഉണ്ടല്ലോ ആവട്ടെ അതുകൊണ്ട് പടിഞ്ഞാറ് വീട് അല്ലേ അങ്ങനെ ഒരു പടപളി ഉണ്ടല്ലോ അത് വേറെ ആരതും അല്ലല്ലോ അതുകൊണ്ട് അത് നമ്മളെ ഇവിടെ ഇല്ലാന്നൊന്നും പറഞ്ഞുകൂടാ ഒറ്റ വാക്കിൽ അങ്ങനെ പറഞ്ഞാൽ മതിയോ പള്ളിക്കുറുപ്പേ അതുകൊണ്ട് നിങ്ങൾ ഒരു താവഴി മാത്രമേ ഇല്ലൂ എന്ന് കണക്കാക്കിയോ പള്ളിക്കുറുപ്പേ ഒരു വാക്ക് കൊണ്ട് ഒരക്ഷരപ്പിഴവ് കൊണ്ട് എന്തെല്ലാം അനർത്ഥങ്ങൾ വരും അല്ലേ ഒരക്ഷര തെറ്റുകൊണ്ട് ഒരു ജന്മം തന്നെ നശിച്ചതായ ഒരു ചരിത്രമുണ്ട് വൃത്രാസുരൻ പള്ളിക്കുറുപ്പേ വൃത്രാസുരൻ ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടിയിട്ട് അന്ന് തപസ്സനുഷ്ഠിച്ചില്ലേ അന്ന് തപസ്സനുഷ്ഠിച്ചു പോരുന്ന കാലത്ത് ഇന്ദ്രശത്രുവധ എന്നുള്ളതായ ആ ഒരു വനം ചോദിച്ചില്ലേ
അപ്പോൾ ഉചിതമായിരിക്കുന്ന അർത്ഥം വരുന്നതായ പദത്തെ ആദ്യം പ്രയോഗിക്കണം. എന്നാലല്ലേ സമുഷ്ടമായിരിക്കുന്നതായ അനുഭവം ലഭിക്കൂ അല്ലേ? അതുകൊണ്ട് ഇന്ദ്രന്റെ ശത്രുവിനെ കൊല്ലേണം എന്നായിപ്പോയി ചൊല്ലിക്കഴിക്കുന്നു. അതുകൊണ്ട് ആർക്ക് നാശം വന്നത്? അകപ്പടി ആർക്ക് നാശം വന്നത്? നാശം വന്നതായിരിക്കും. അതുകൊണ്ട് അറിയുന്ന കാര്യം മാത്രമേ അതുകൊണ്ട് അറിയുന്ന കാര്യം മാത്രമേ ചൊല്ലിച്ച് പറയാൻ പാടുള്ളൂ. ആവട്ടെ, അതുകൊണ്ട് വിശേഷിക്കാം കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഒരു അനുഭവം വന്നു. ഇന്ദ്രന്റെ ശത്രുവിനെ അപ്പോൾ ഇന്ദ്രനെ കൊന്നാൽ പിന്നെ അവിടെ ദേവലോകം ദേവലോകം അന്വർത്ഥമായി പോയി. അപ്പോൾ സരസ്വതി അങ്ങനെ ഫലം ചോദിച്ച ആളിന്റെ നാവിന്റെ കുടിയാണ്. അപ്പോൾ ഇന്ദ്രന്റെ ശത്രുവിനെ ഇന്ദ്രനെ കൊല്ലാൻ എനിക്ക് വരം തരണമേ ദൈവമേ എന്ന് ചോദിക്കുന്നതിന് പകരം ഇന്ദ്രന്റെ ശത്രുവിനെ ചോദിച്ച അങ്ങനെ ഒരു അനുഭവം വന്നുപോയി. അതുകൊണ്ട് നാഗവും ഉണ്ട് വിടാൻ, ഭൂതവും ഉണ്ട്, ശൈവവും ഉണ്ട്, വൈഷ്ണവവും എല്ലാം ഉണ്ട്. ഇതൊന്നും അറിയാതെ അല്ലല്ലോ പൂർവികന്മാരി ആ മഹാനായ അങ്ങനെയല്ലേ ചൊല്ലിക്കഴിച്ചത്. ആ മഹാത്മാവ് അവരുടെ തപോബലം കൊണ്ട് ഭക്തിയുടേതായ ശക്തി കൊണ്ട് അല്ലേ ഇവിടുന്നല്ലേ ആവട്ടെ. അതുകൊണ്ട് അതിന്റെ വഴി പോലെ തന്നെ ആവട്ടല്ല കേട്ടോ. ശേഷം കേട്ടോ അങ്ങനെ ഉള്ള ഒരു അനുഭവമുണ്ട്. ആ മഹാത്മാവ് ശക്തി കൊണ്ട് തപോബലം കൊണ്ടും യോഗബലം കൊണ്ടും അന്നിവിടെ കുടിയിരുത്തി. ആരെയെല്ലാം കുടിയിരുത്തിയത്? അങ്ങനെ ഉണ്ടല്ലോ നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ മാത്രം ഞാൻ കേൾക്കാം. ചൊല്ലിപ്പിരിക്കണം അല്ലേ? അതുകൊണ്ട് ഗുണമുള്ളതായ അനുഭവമല്ലേ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിനല്ലേ നിങ്ങൾ ഈ ദേഹപ്രയത്നവും വിഷപ്രയത്നവും